ആപ്പിൾ അവരെ പുതിയതായിട്ടുള്ള iPhone 13 ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ സംസാരിക്കാൻ പോകുന്ന iPhone 13 തന്നെ കുറിച്ചാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ആപ്പിൾ 4 ഫോൺ ഇറക്കിയിട്ടുണ്ട്. iPhone 13, iPhone 13 mini, iPhone 13 Pro, iPhone 13 Pro Max. ഈ 4 ഫോണും iPhone 12 സീരീസിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുകയാണ്. iPhone 12 പോലെ അവർ ബ്ലോക്ക് ചെയ്യാണ്. അത് മാത്രമല്ല iPhone 13 സൈസ് ആൻഡ് ഷേപ്പ് ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. ആൻഡ് iPhone 13 iPhone 12 കൂട്ട് ചാർജർ ബ്രിക്ക് കിട്ടില്ല, വിച്ച് മീൻസ് നിങ്ങൾക്ക് ചാർജർ ബ്രിക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ടി വരും ഫോർ ജസ്റ്റ് ₹1900. ആൻഡ് ഈ iPhone 13 മാക്സേഫുമായിട്ട് കമ്പാറ്റബിൾ ആണ്. മാക്സേഫ് എന്തുവാന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ആപ്പിൾ തന്നെ ഉണ്ടാക്കിയ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ആണ്. എന്നിട്ട് iPhone 13 iPhone 13 മിനിയുടെയും കളർ വരുന്നത് പിങ്ക്, ബ്ലൂ, മിഡ്നൈറ്റ് ബ്ലാക്ക്, സ്റ്റാർലൈറ്റ്, പ്രൊഡക്റ്റ് റെഡ് ആണ്. എന്നിട്ട് iPhone 13 Pro ആൻഡ് Pro Maxൻ്റെ കളർ വേരിയൻ്റ് വരുന്നത് സിൽവർ, ഗോൾഡ്, ഗ്രാഫൈറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സിയറ ബ്ലൂ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ സിയറ ബ്ലൂവിന് മാത്രം എന്തിനാ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്നു. കാരണം ആപ്പിൾ എല്ലാ പ്രാവശ്യം ഒരു ഫോൺ ഇറക്കുമ്പോൾ ആ ഐഫോണിന് ഒരു മെയിൻ കളർ കാണുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ iPhone 11 Pro Maxന് മിഡ് നൈറ്റ് ഗ്രീൻ ആയിരുന്നു. പിന്നെ iPhone 12 Pro Maxന് പെസിഫിക് ബ്ലൂ ആയിരുന്നു. പിന്നെ ഇപ്പം iPhone 13 Pro Maxന് സിയറ ബ്ലൂ. പിന്നെ ഒരു വിഷമിക്കുന്ന കാര്യം എന്തുവെന്ന് വെച്ചാൽ iPhone 13 ബ്ലോക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് വെക്കാൻ ഇമ്പോസിബിൾ ആയിരിക്കും. എന്നിട്ട് എല്ലാം ഐഫോൺ യൂസേഴ്സിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും ഐഫോണിൻ്റെ നോച്ച്. പക്ഷേ iPhone 13 സീരീസിന് ആ നോച്ച് എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പക്ഷേ 20 ടൈംസ് സ്മോളറാണ്. ആപ്പിൾ എല്ലാ പ്രാവശ്യം ഒരു ഐഫോൺ ഇറക്കുമ്പോൾ അവരുടെ ലീസ്റ്റ് സ്റ്റോറേജ് 64 GB ആയിരിക്കും. പക്ഷേ iPhone 13 ലീസ്റ്റ് സ്റ്റോറേജ് വരുന്നത് 128 GB ആണ്. എന്നിട്ട് പിന്നെ iPhone 13 iPhone 13 മിനിക്കും ഹയസ്റ്റ് സ്റ്റോറേജ് ഓപ്ഷൻ വരുന്നത് 512 GB ആണ്. പക്ഷേ ഈ പ്രാവശ്യം iPhone 13 Pro, iPhone 13 Pro Maxൻ്റെ ഹയസ്റ്റ് സ്റ്റോറേജ് ഓപ്ഷൻ വരുന്നത് 1 TB ആണ്. ഇനി നമുക്ക് സ്ക്രീനിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാ ഐഫോണിനും ഉള്ളത് 60 Hz റിഫ്രഷ് റേറ്റ് ആണ്. റീഫ്രഷ് റേറ്റ് എന്തുവാന്ന് അറിയാത്തവർക്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഫോണ് 60 Hz റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ നിങ്ങളെ ഫോണ് 1 സെക്കൻഡ് കൊണ്ട് 60 ഇമേജസ് റിഫ്രഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് iPhone 13 Pro, iPhone 13 Pro Maxന് 60 Hz റിഫ്രഷ് റേറ്റ് അല്ല ഈ പ്രാവശ്യം വരുന്നത്, പക്ഷേ 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അത് മാത്രമല്ല ആപ്പിൾ അവരെ ഫോൺ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ്സും കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ലൈഫിനെ കുറിച്ച് സംസാരിക്കാം. iPhone 13 Pro, iPhone 13 മിനിക്ക് എക്സ്ട്രാ 1.5 hours ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് iPhone 13 ആൻഡ് iPhone 13 Pro Maxന് എക്സ്ട്രാ 2.5 hours ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ചിപ്സെറ്റിനെ കുറിച്ച് സംസാരിക്കാം. iPhone 13 എല്ലാ ഫോൺസിനും A15 ബയോണിക് ചിപ്പാണ് വരുന്നത്. അന്ന് വെച്ചാൽ 50% ഫാസ്റ്റർ CPU, അതുപോലെ തന്നെ 30% ഫാസ്റ്റർ GPU. ഐഫോൺസിൻ്റെ മെയിൻ ഹൈലൈറ്റ് ക്യാമറാസ് തന്നെയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ക്യാമറ അപ്ഡേഷനെ കുറിച്ച് സംസാരിക്കാം. iPhone 13 സീരീസിന് സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം എല്ലാ മൂവീസിലും കണ്ടു കാണും ക്യാമറ ഒരു ഒബ്ജക്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് മറ്റൊരു ആൾ കയറി വരുമ്പോൾ ആ ആളിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആ ഫീച്ചറാണ് ആപ്പിൾ അവരുടെ iPhone 13 സീരീസിന് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം ഫോക്കസ് മറ്റൊരു ആളിലേക്കും മാറ്റാൻ പറ്റും. സെക്കൻഡ് ക്യാമറ അപ്ഡേഷൻ iPhone 13 ക്യാമറയിന് സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കും. ഫുള്ളി സ്റ്റെബിലൈസ്ഡ് അല്ല, വേണമെങ്കിൽ സ്മൂത്ത് എന്ന് പറയാം. അത് മാത്രമല്ല iPhone 13 ആൻഡ് iPhone 13 മിനിക്ക് 2 ക്യാമറ വരുന്നുണ്ട്. ആ മെയിൻ ക്യാമറ ഒരു വൈഡ് ക്യാമറ ആണ്, മറ്റേ ക്യാമറ ഒരു അൾട്രാ വൈഡ് ക്യാമറ ആണ്. എന്നിട്ട് ആ 2 ക്യാമറയും 12 MP തന്നെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഇമേജസ് ഐഫോണിൻ്റെ വൈഡ് ആൻഡ് അൾട്രാ വൈഡ് ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. എന്നിട്ട് പിന്നെ iPhone 13 Pro, iPhone 13 Pro Maxന് 3 ക്യാമറ വരുന്നുണ്ട്. ആദ്യത്തത് ടെലിഫോട്ടോ എന്ന് വെച്ചാൽ സൂം ലെൻസ്, സെക്കൻഡ് അൾട്രാ വൈഡ് ക്യാമറ, എന്നിട്ട് മൂന്നാമത്തത് വൈഡ് ക്യാമറ. അത് മാത്രമല്ല അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസ് ഉണ്ട്. അതായത് നിങ്ങൾ ഏത് ഒബ്ജക്റ്റിൻ്റെയും ഒരു ക്ലോസപ്പ് ഷോട്ട് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് 4K ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പേര് വരുന്നത് ProRes എന്നാണ്. നിങ്ങൾ 4K ഹൈ ക്വാളിറ്റിയിലെത്താൻ ഒരു 10
മിനിറ്റിൻ്റെ വീഡിയോ ചിലപ്പം 100 GB വരെ സ്റ്റോറേജ് കൂടാവുന്നതാണ്. അപ്പം നിങ്ങൾക്കായിട്ട് തന്നെ ചിന്തിക്കാൻ പറ്റുന്നതാണ്, അതായത് നിങ്ങളെടുത്ത വീഡിയോ എത്ര ക്വാളിറ്റിയിൽ കിട്ടുമെന്ന്. എന്നിട്ട് ഇത് മാത്രം കൊണ്ടാണ് ആപ്പിൾ 1 TB സ്റ്റോറേജ് വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. എന്നിട്ട് iPhone 13 ആൻഡ് iPhone 13 മിനിക്ക് ആപ്പിൾ പറഞ്ഞത് അവരെ 2 ക്യാമറയും ഡയാഗ്നലി വെച്ചെന്ന് വെച്ചാൽ ആൾക്കാർക്ക് iPhone 12 ആൻഡ് iPhone 13 ഡിഫറൻസ് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് പ്രൈസിനെ കുറിച്ച് സംസാരിക്കാം. iPhone 13 പ്രൈസ് 79,000 റുപ്പീസാണ്. പിന്നെ iPhone 13 മിനിയുടെ 69,000, iPhone 13 പ്രോൻ്റെ 1,19,000, iPhone 13 Pro Maxിൻ്റെ 1,29,000. ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടെ, iPhone 14 ലീക്കായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ലീക്കായെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ ക്യാമറ ബൾഷ്ഡായിട്ടല്ലായിരിക്കും ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ വോളിയൂം ബട്ടൺസ് റൗണ്ടഡ് ആയിരിക്കും iPhone 4 ആൻഡ് iPhone 5 പോലെ. ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി ഓളം നിൽക്കുക. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.